ഹല്ലേലൂയ. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. നമുക്ക് ദൈവത്തോട് സഹായം ചോദിക്കാം. Let's ask for help from God. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം. My beloved brethren, if we have to listen to a sermon, we need the help of God. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം. If we have to listen carefully, then we need the help of the നമുക്ക് Lord. മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം. If we have to understand it, we need the help of the Lord. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം. And if we need to know how to apply this in our lives, we need the help of the Lord. ഇതിൽ കൂടിയൊക്കെ ദൈവത്തെ ഇച്ചിരി ഒന്ന് രുചിക്കാൻ വേണ്ടിയും ദൈവത്തിൻ്റെ സഹായം വേണം. And through all this, if we have to taste of the goodness of God, we need the help of God. ഈ സംസാരിക്കുന്ന ആളിന് ദൈവത്തിന്റെ സഹായം വേണം. And the person who is speaking needs the help of the Lord. തർജ്ജമ ചെയ്യുന്ന ആളിന് ദൈവത്തിന്റെ സഹായം വേണം. The person who is translating needs the help of the Lord. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? So are you with me in that? എങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. In that case, let's ask the Lord. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, Hallelujah. Oh, Heavenly Father, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് അങ്ങ് ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. I pray that for the sake of your name, Lord, all those who are hearing this sermon, may they be helped by you. യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാരെയും സഹായിക്കണമേ. All those who are listening to this sermon through YouTube, please help them as well. ഞങ്ങളുടെ ഉള്ളം കണ്ണുകൾ തുറക്കണമേ. Please open the eyes of our heart. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്നു. Oh Lord, you are seeing our heart. യഹോവേ, നീ ഞങ്ങളെ ശോധന ചെയ്ത് ഞങ്ങളുടെ ഇരിപ്പും നിൽപ്പും അറിയുന്നുവല്ലോ കർത്താവേ. Oh God, you have searched us and known us, and you know our sitting down and our standing up. ഞങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. You know our confusions. ഞങ്ങളുടെ കുഴച്ചിലുകൾ അങ്ങ് അറിയുന്നുവല്ലോ. You know our perplexities. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. You know our desires. അതിലൊക്കെ വലുതായിട്ട് അങ്ങയുടെ ആഗ്രഹം അങ്ങക്ക് അറിയാമല്ലോ. And above all that, you know your desires. ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. Please lead all of us. ഓരോരുത്തരെയും സഹായിക്കണമേ. Please help each one of us. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name we pray. ആമേൻ. Amen. നിങ്ങളെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ സൈഡിലോട്ടോ പുറകിലോട്ടോ തിരിഞ്ഞ് ഒരാളിനോട് നിങ്ങൾ പറ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Now I would like you all to be seated where you are and turn to the right or to the left or to the back or front and tell each other, God bless you. Walking in the guidance of God. ദൈവത്തിൻ്റെ നടത്തിപ്പിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. So I will be talking on the topic of walking in the guidance of God. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ആദ്യത്തെ ഭാഗം സംസാരിച്ചു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, I had spoken അവസാനത്തെ ഭാഗം on this topic, the part 1 of that topic last Sunday, and today I'll be talking on the last part of this topic. നമ്മളെ ആരാധിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. The God whom we worship is a God who speaks. ആമേൻ. Amen. ആമേൻ. ഈ ദൈവം ഒരു വിഗ്രഹമല്ല. This God is not an idol. വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. Idols cannot speak. വിഗ്രഹങ്ങൾ ഊമയാണ്. Idols are dumb. എന്നാൽ ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. But this God, he is a living God. ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. He is a God who speaks. ദൈവവചനത്തിൽ ദൈവം സംസാരിച്ചു, God said, യഹോവ അരുളി ചെയ്തു എന്നൊക്കെ 300 കൂടുതൽ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. And more than 300 times it's written in the word of God that the God spoke and God said. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. God spoke to Abraham. ദൈവം മോശയോട് സംസാരിച്ചു. God spoke to Moses. ദൈവം പൗലോസിനോട് സംസാരിച്ചു. God spoke to Paul. ആദിമസഭയിലെ അപ്പോസ്തലന്മാരോട് സംസാരിച്ചു. He spoke to the apostles in the first century church. സാധാരണക്കാരോട് സംസാരിച്ചു. He spoke to ordinary people. അന്ത്യനാളിൽ ഞാൻ എൻ്റെ ആത്മാവ് സകല ജഡത്തിന്റെ മേളിലും ഇടും. അതിനും ആണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം, അത് വലിയ പാർട്ടികളായാലും കൊള്ളാം, ചെറിയ പാർട്ടികളായാലും കൊള്ളാം,
എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ ഇടും എന്ന് ദൈവം പറഞ്ഞു. And God said that in the last days I will pour out of my spirit on all flesh, whether they are Hallelujah. males or females, whether they are great or whether they are small. അപ്പൊ ഈ സംസാരിക്കുന്ന ദൈവത്തെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ? So how many of you are desirous to hear the voice of this God who speaks? ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം, ഒരു കൊച്ചു പയ്യൻ എൻ്റെ മുമ്പിൽ ഇരുന്ന ഏറ്റവും ആദ്യം കൈപൊക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. I am so glad that this little boy sitting in the front is raising his hands. ഇനി ആർക്കെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, Now in case any one of you wants to hear the voice of God, അവരാദ്യം ഇത് വായിക്കണം. they must read this first. അല്ല ബ്രദറെ, എനിക്ക് ഇതിലല്ല കാര്യം ഇരിക്കുന്നത്, ഇതിലാ കാര്യം. Oh no, brother. No, this is not the main thing. Hearing with our ears, this is the main thing. ഇതൊക്കെ ആര്, ഇതിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. നമ്മൾ ഇങ്ങനെയല്ല കേൾക്കണ്ടേ, നമ്മൾ ഇങ്ങനെയാ കേൾക്കേണ്ടത്. Oh, who would want to read this boring stuff? You know, there's no excitement in this. The exciting part is hearing with our ears this way. ദൈവം എന്നോട് ഡയറക്റ്റാ സംസാരിക്കുന്നത്, ഡയറക്റ്റ്. Oh, God speaks to me directly, you know. ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഇത് ബൾബ്, ചുമന്ന ബൾബ് ഏതാണ്ട് കുഴപ്പമുണ്ട്. And whenever I hear somebody speaking like this, now the red signal in my mind starts to flicker. എന്താണെന്ന് വെച്ചാൽ ദൈവം, ഇത് ദൈവശ്വാസിതമായിട്ടുള്ള വചനമാണ്. And why am I saying so? Because this word of God is God breathed. അപ്പൊ ദൈവം പ്രധാനമായിട്ടും മനുഷ്യനോട് സംസാരിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ജീവനുള്ള വചനമാണ് ഈ വേദപുസ്തകം. So God primarily speaks and is always speaking through this word of God. അപ്പൊ അത് ആരെങ്കിലും പറയാ, സഹോദര എനിക്ക് ഇതൊന്നും മെനക്കെടാൻ വയ്യ, എനിക്ക് കൊച്ചിലെ മുതലേ ഞാൻ പഠിക്കുന്ന പയ്യനല്ലായിരുന്നു, ഞാൻ ഈ ബെഞ്ച് പുറയിലത്തെ ബെഞ്ചിലിരിക്കുന്നവന്. അപ്പം ഞാൻ ഇതൊന്ന് പഠിക്കാനല്ല പറഞ്ഞത്, കേൾക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. Now someone may say, oh brother, I was always a backbencher, I was not good in studies, so it's too much of a hard work for me to study this. Okay, dear brother, I'm not telling you to study this, I'm telling you to hear God through this. കോഴ്സ് അത്യാവശ്യം ഒന്ന് പഠിക്കണം, അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കണം. Oh yes, it's really important that we should try to understand the basic things mentioned here. ഇങ്ങനെ തുറന്നു നോക്കി ദൈവം എന്തുവാ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴും നോക്കരുത്. And we should not just open some random page in the Bible and try to read some random verse. പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തുറന്നു നോക്കിയാൽ യൂദാസ് പോയി തൂങ്ങിച്ചത്തു എന്നൊക്കെ നിങ്ങൾ വായിക്കാൻ ഇടയാകും. And many times I have told you previously that if you randomly open a page and try to randomly read a verse, you may come across the verse, Judas went and hanged himself. അപ്പം ഇത് ദൈവം ഇന്ന് എന്നോട് സംസാരിക്കുന്നു, ഞാൻ പോയി തൂങ്ങിച്ചാകണം. ഓൾറെഡി നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഇത് തുറന്നത്. So you may say, oh, when I was really sad, God spoke to me through this verse and he's speaking to me that I should go and hang myself. എന്തായാലും എഴുതപ്പെട്ട വചനം നമ്മൾ കേൾക്കണം. എഴുതപ്പെട്ട വചനം വായിച്ച് കേൾക്കണം, പറയുന്നത് കേൾക്കണം, അത് വിശ്വസിക്കണം, അതിൽ നമ്മൾ നടക്കണം. And whatever it is, we must hear the written word of God. We must hear through the reading of this Bible. We must hear through messages. And we must believe God's word and make every effort to walk in his word. അങ്ങനെ നടക്കുന്ന യോശുവമാരി നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ, And in case there are such people in our midst, അങ്ങനെ നടക്കുന്ന യോശുവമാര് നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ, and in case there are such people like Joshua who in our midst, അങ്ങനെ നടക്കുന്ന ദാവീദുമാര് നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ, and in case there are people like David in our midst who are like this, അങ്ങനെയുള്ളവരോട് ദൈവം വേറെ ചില കാര്യങ്ങളോട് പറയും. to such people God would speak certain things extra. ഹല്ലേലൂയ. Hallelujah. Yes.
അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി മനസ്സിലാവുകയും ചെയ്തു ഇത് ദൈവമാണോ, ഇത് എവിടുന്ന സംഭവം വരുന്നതെന്ന്. And to such people, when God speaks, they can recognize whether it's God really speaking and from where it's exactly coming. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പുതിയ നിയമത്തിലുണ്ട്. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. And there's such a person mentioned in the New Testament, and I would like to tell briefly about him. ലൂക്കോസ് 2:25. The book of Luke, chapter 2, verse 35. വളരെ നല്ല വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരും അദ്ദേഹത്തെ അധികം അദ്ദേഹത്തെ വണ്ടർഫുൾ ഒരു മനുഷ്യനായി ഇദ്ദേഹം. Something really wonderful is mentioned about him, and many times we miss that mention of him. 25, yes. Luke chapter 2, verse 25. വായിച്ചാട്ടെ. യെരുശലേമിൽ ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ശിമിയോൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ഇദ്ദേഹം എന്തൊക്കെയായിരുന്നു? നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിന്. പുള്ളിയുടെ ആശ്വാസം മാത്രമല്ല, പുള്ളിക്ക് ഇസ്രായേലിന് വേണ്ടി ഒരു വലിയ ഭാരമുണ്ട ഒരാളായിരുന്നു. And what is mentioned about this man? It's mentioned that this man was righteous and devout and looking for the consolation of Israel. He had a burden for the nation of Israel. പരിശുദ്ധാത്മാവ് അവന്റെ മേളിൽ ഉണ്ടായിരുന്നു. And it's also mentioned the Holy Spirit was upon him. ഇനി 27-ാം വാക്യം. And let's read verse 27. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു അവൻ ആത്മനിയോഗത്താൽ, അതായത് ദൈവത്തിന്റെ ആത്മാവ് അവനെ ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് നയിച്ചു. Verse 27 says, and he came in the spirit into the temple, which means the Spirit of God led him to come to the temple. അതെന്തിനാ? 26-ാം വാക്യത്തിൽ വേറൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 26-ല് Now verse 26 mentions one more thing here. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അയ്യോ, പരിശുദ്ധാത്മാവ് ശീമിയോനോട് ഓൾറെഡി സംസാരിച്ച് എന്തുവാ? നീ മരിക്കുന്നതിന് മുമ്പ് നീ മിശിഹായെ കാണും, അത് കഴിഞ്ഞിട്ടേ നീ മരിക്കത്തുള്ളൂ. So the Holy Spirit had revealed to this man that before you die, God would he would see the Lord Jesus Christ. അതുകൊണ്ടാണ് 27-ാം വാക്യത്തില് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ നയിച്ചു. ആ നാളുകളിൽ ദേവാലയത്തിൽ എത്രയോ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഏത് സമയത്താണ് ദേവാലയത്തിൽ വരേണ്ടി എന്ന ടൈമിങ് പുള്ളിക്കറിയാമോ? പക്ഷെ എന്തോ ദൈവത്തിന്റെ ആത്മാവ് പുള്ളിക്ക് തോന്നിച്ചു ഇപ്പം പോകാൻ. ആ സമയത്ത് പോയപ്പോ ആണ്ട്രാ അവിടെ യോസെഫും മറിയവും ഉണ്ട്, യേശുവിനെ കൊണ്ട്. And so it's mentioned here that he came into the temple guided by the Spirit at that particular point of time. Now, numerous parents would have come with their babies for dedication to the temple. But at that particular point of time, the Spirit of God spoke to him to go to the temple. ഓ, എന്ത് നല്ല ഒരു ഉദാഹരണമാണ്. What an amazing, what a beautiful example. ഈ ലോകത്തില് ഒത്തിരി പേര് അന്ന് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ഇസ്രായേലിന് വേണ്ടി ഭാരമുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഇദ്ദേഹത്തെ നയിച്ചു. Now, there were numerous people living in Israel at that point of time, but this person had a burden for the nation of Israel, and therefore God, the Spirit of God led him. നിങ്ങളിപ്പോൾ കൈ പൊക്കണ്ട, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവം നിങ്ങളെ നയിക്കണമെന്ന്? Now, I would like to ask you a question. No need to raise your hands. How many of you desire that God should lead you? സങ്കീർത്തനം 25 അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. Let's read Psalm 25, verse 9. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യത ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം
ദൈവം നിങ്ങളെ നടത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ വഴി നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തുവാ നിങ്ങൾക്ക് വേണ്ടിയത്? സൗമ്യത. Now, if you are people who want to be led by the Lord and who want to learn the ways of God, then what is it that you need the most? You need humility. ഈ സൗമ്യത എന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഒരു പന്ന ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല സൗമ്യത. Now let me quickly explain it. Now, if you wear a bad torn shirt, that doesn't mean you are humble. എനിക്ക് മനസ്സിലായ സൗമ്യത എന്ന് വെച്ചാൽ, ദൈവം ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അല്ലാതെ പറഞ്ഞാൽ, ഇത് ദൈവം പറഞ്ഞാണെങ്കിൽ പിന്നെ അതങ്ങ് സമ്മതിക്കും. And what I അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സൗമ്യതയുള്ളത്. ദൈവത്തോട് തന്നെ എതിർക്കുന്നവര് ഏറ്റവും പ്രൗഡ്, അതല്ല ഏറ്റവും നിഗളികളാണ്. Now, what I have understood about humility is that a humble person is one who would Hallelujah. agree with what God says in His Word. Any person who resists God's Word is proud and arrogant. അപ്പോൾ ഇങ്ങനെ സൗമ്യതയുള്ളവരെ ദൈവം നയിക്കത്തുള്ളൂ. So, God would lead only those people who are humble. ഇനി ഇപ്പൊ 12-ാം വാക്യം കൂടെ വായിച്ചാട്ടെ, ഇത് 25-ാം സങ്കീർത്തനത്തിൽ. Let's read Psalm 25 verse 12 too. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. Who is the man who fears the Lord? ഈ യഹോവ ഭക്തൻ എന്ന് പറയുമ്പോൾ യഹോവയോടുള്ള ഭയം ആർക്കുണ്ട്? ദൈവഭയം ആർക്കുണ്ട്? ദൈവം അങ്ങനത്തെ ആൾക്കാരെയാണ് നടക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുന്നത്. So it says, who is the man who fears the Lord? So it's more than the reverence for the Lord, it also means fearing God. So God will instruct such a person in the way he should choose. ഇനി ഞാൻ നിങ്ങളോട് നിങ്ങളെ സഹായിക്കുവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. Now I would like to Hallelujah. give some helpful tools to you. പലപ്പോഴും നമ്മളുടെ മനസ്സിൽ മിക്കവാറും വരുന്ന, എനിക്കറിയില്ല, ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇത് ദൈവത്തിൽ നിന്നാണോ, ഇത് എൻ്റെ മനസ്സിൽ നിന്നാണോ, ഇത് സാത്താനിൽ നിന്നാണോ? Now, all those who sincerely desire to be led by the Lord would certainly face these questions. Okay, is this voice from the Lord, or is it my own voice, or is this voice from the devil? ഈ ഒരു തോന്നല്, അല്ലെ ഈ ഒരു എൻ്റെ ഉള്ളിലുള്ള ശബ്ദം, ഈ ഒരു ആഗ്രഹം, ഈ ഒരു പ്രവചനം, ഈ ഒരു സ്വപ്നം, ഈ ഒരു ദർശനം, ഇത് എൻ്റെ തന്നെയാണോ, ഇത് ദൈവത്തിൽ നിന്നാണോ, ഇത് സാത്താനിൽ നിന്നാണോ? So the feeling that I have inside, the desire that I have inside, the urge or the dream Hallelujah. or the vision that I have received, Lord. is it from my own within me, or is it from the Lord, or is it from the devil? ആ, സുനിൽ ബ്രദറിന് ഇതെല്ലാം മനസ്സിലായി. സോറി, നോ. ചില കാര്യം, കുറച്ച് കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. Now you may please think that, oh, Sunil brother seems to have grasped everything. No, that's not the truth. But what little I have understood, I am trying to share with you. അപ്പോൾ ഇതിനെ ഞാൻ രണ്ടായിട്ട് തിരിച്ചു, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. So I have divided the things, what I'm going to share now, into two parts. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. And the things that I'm going to share with you are very precious. ആദ്യത്തെ ഭാഗമാണ് ജനറൽ പോയിന്റ്സ്, പൊതുവായിട്ടുള്ള പോയിന്റുകൾ. So the first section consists of general points. രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ പറയും സ്പെസിഫിക് പോയിന്റ്സ്, വ്യക്തമായിട്ടുള്ള പോയിന്റുകൾ. Now the second part would be consisting of specific points. നിങ്ങൾ റെഡിയാണോ? So are you ready? യെസ്. Yes. ഓ, ചിലരൊക്കെ റെഡി അല്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം, റെഡി അല്ലെങ്കിലും. ഓക്കെ, ആദ്യത്തെ പോയിന്റ്. So the first point is, അതായത് ജനറൽ പോയിന്റ്സിൽ ആദ്യത്തെ പോയിന്റ്, so the first point in the category of general points is, നമുക്ക് ഇച്ചിരി പൊതുവായിട്ടൊരു ജ്ഞാനം വേണം. we need to have a general wisdom. അതായത് എനിക്കറിയാം, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണാറുണ്ട്.
I know very well that if I oversleep, I may tend to see dreams. ചിലപ്പോൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എക്സ്ട്രാ ചില കാര്യങ്ങൾ കാണാറുണ്ട്. So, and if I overeat, I may see extra things. ചില പേടിപ്പിക്കുന്ന സിനിമ ഒക്കെ കാണുമല്ലോ ചിലര്, കടമറ്റത്ത് കത്തനാര് ഇങ്ങനെ, അതെല്ലാം കൂടെ കണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു, ഇതെല്ലാം അങ്ങനത്തെ ഒക്കെ ഇതെല്ലാം കാണാൻ സാധ്യതയുണ്ട്. So, and if I see some horror movies, then I may see dreams of something which are horrifying. അത് മാത്രമല്ല, എനിക്ക് ഒരാളോട് ഭയങ്കര പകയാണ്, അപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ട് അയാൾ മരിക്കുന്നു. So, and if I have, a lot of anger against somebody, then I may see in my dream that that person is dying. ഞാൻ ശവക്കുഴി കാണുന്നു. So, hey, I'm seeing a graveyard. എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചാകണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ കാണുന്നു. Oh, that's because it's the desire of my heart that I want to see you die, and so I'm seeing a grave. പൊതുവായിട്ട് നമുക്ക് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം കാണുന്ന സ്വപ്നം എല്ലാം തെറ്റാണെന്നല്ല, ചില സ്വപ്നം ദൈവവും തരാറുണ്ട്. So we need to have a common sense and a general wisdom, and so we should not interpret every dream that we see as from the Lord, and that doesn't mean that all dreams are not from the Lord. God does give dreams. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൽ ദൈവം സംസാരിക്കുമ്പം കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും ഇത് നമ്മളല്ല, വേറെ ഏതാണ്ടൊരു ഇറ്റ്സ് ആൻ അതർ വോയിസ്, അത് വേറൊരു ശബ്ദമായത്, നമ്മുടെ ശബ്ദമല്ല, വേറൊരു ശബ്ദം നമ്മളോട് പറയുന്നു. Now when God speaks to our mind, we slowly begin to realize that it's not just our voice, it's a voice from somewhere else. It's from God. It's not our own voice. Maybe from God. അത് ചിലപ്പം അത് ദൈവത്തിൽ നിന്നായിരിക്കാം. And it may be from God. മൂന്നാമത്തെ ജനറൽ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ കർത്താവിൽ വന്ന ആ ഇടയിൽ എന്നെ വളരെ അടുത്തറിയാവുന്ന ഒരു അങ്കിള്, രഞ്ജിത്ത് ഭയ്യ എന്നായിരുന്നു ഞാൻ വിളിക്കുന്നത്, ഡൽഹിയിൽ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഭയ്യ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നത്? Now, the third point is that I would give an example. When I was a new believer in the Lord, I knew a believer uncle. I used to call him Ranjit Bhaiya. So one day I asked him, Ranjit Bhaiya, how do you discern the voice of God? അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്നോട് നല്ല ചില സീക്രട്ട് കാര്യങ്ങൾ, നല്ല സൂപ്പർ പോയിന്റുകൾ പറയും. Now I expected some mysterious, some exciting points from him as an answer. അദ്ദേഹം എന്നോട് കൂളായിട്ട് പറഞ്ഞു, അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പരിചയമാവും ആ ശബ്ദം, അത്രേ ഉള്ളൂ. So he said quite matter-of-factly, we would slowly through experience, as the time passes, we will learn to understand his voice. That's all. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയുടെ ശബ്ദം എങ്ങനെയാ മനസ്സിലാവുന്നത്? അത് ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുമ്പോഴാണോ? Okay, how does a little child begin to understand or recognize his mom's voice? ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? Should somebody take lessons for him to recognize his mother's voice? ഈ അമ്മയുടെ കൂടെ നടന്നിരുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അമ്മ ഇനി ഫോണിൽ വിളിച്ചാലും ഉറക്കത്തിൽ വിളിച്ചാലും എവിടെയാലും അയ്യോ ഇതെൻ്റെ അമ്മ വിളിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. So as the child lives and spends years with this Hallelujah. mother, he begins to understand that this is my mother's voice. Whether the mother calls him over phone or tries to wake him up from his sleep, the child would immediately understand that this is my mother. നാലാമത്തെ ഒരു ജനറൽ പോയിന്റ് ഞാൻ പറയട്ടെ. And the fourth general point which I would like to say is, ഇപ്പോൾ ഒരു കാര്യം ഇത് ദൈവത്തിൽ നിന്നാണോ എൻ്റേതാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഉടനെ നമുക്കത് വ്യക്തമാവണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. now it's not necessary that we need to immediately recognize whether this is from God or whether it's from our own self or from the enemy. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, We can ask the Lord, ദൈവം ഇത് അങ്ങയിൽ നിന്നാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു ക്ലിയർ ആകണം. Lord, if this voice is from you, can you please make it more clear to me? കുറച്ച് സമയം കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെയാണ്. ദൈവം പിന്നെയും നമുക്ക് വേറെ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. And sure enough, as the time passes, Hallelujah. God will bring clarity into our hearts if that voice was from the Lord. അഞ്ചാമത്തെ ഒരു ജനറൽ പോയിന്റ് ഞാൻ പറയട്ടെ. And the fifth general point I would like to say is, ഈ മനുഷ്യ ഹൃദയം എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ഹൃദയമാണ്. the human heart is quite, wicked. ഈ വീണ്ടും ജനിച്ചവർ പറയും, അല്ല ഞാൻ വീണ്ടും ജനിച്ച എനിക്ക് പുതിയ ഹൃദയം ദൈവം തന്നു. ഈ പുതിയ ഹൃദയം ഉണ്ടെങ്കിൽ ഈ പഴയ മനുഷ്യൻ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരു കുഴപ്പമാണ്.
Now, the people who are born again may say, no, 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 I'm born again, I have a new heart. But even though we have a new heart, our old heart or the fleshly heart is quite wicked. അതുകൊണ്ട് നമ്മളെ തന്നെ ഇച്ചിരി സംശയത്തോട് ഒന്ന് നോക്കണം. And so, we need to look at ourselves, our own motives with suspicion. നമുക്ക് തോന്നുന്നതെല്ലാം ദൈവത്തിന്റെ ശബ്ദമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്, ചിലതല്ലായിരിക്കാം. And now, and therefore, we should not consider all our feelings as those from God. Maybe they are not. പല യൗവനത്തിലൊക്കെയുള്ള ആൾക്കാരെ അവർക്ക് ഇപ്പോൾ ഒരു പയ്യനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. രാപ്പകൽ പുള്ളിക്ക് ആ പെണ്ണിനാണ് ഇങ്ങനെ ചിത്രം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് തോന്നൽ വരാൻ സാധ്യതയുണ്ട്, ദൈവം എന്നെ നയിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഓൾറെഡി ആ പെണ്ണിനെ ഇഷ്ടമാണ്. ചിലപ്പോൾ ദൈവം നയിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ദൈവം നയിക്കുന്നില്ലായിരിക്കാം. നമ്മളെ തന്നെ ഇച്ചിരി ഒന്ന് സംശയിക്കുന്നത് നല്ലതാണ്. Now, among young people, for example, take the a young man, he really likes some young girl, and he's thinking about her day and night. So he may feel that God is leading him to marry this girl, but that can be from the Lord, that need not be from the Lord. അടുത്ത പോയിന്റ്. And the next point. ഈ ഞാനൊരു സ്കൂട്ടർ മേടിക്കാൻ പോവാണ്. അത് TVSന്റെ മേടിക്കണോ അതോ ഹീറോയുടെ മേടിക്കണോ അതോ ഹോണ്ട ആക്റ്റീവ മേടിക്കണോ? അതിനകത്ത് ദൈവഹിതം എന്താണ്? Now, suppose I would like to buy a two-wheeler. So, should I buy a TVS? Should I buy a Hero? Or should I buy a Honda Activa? Now, what is the will of God in this? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ മൂന്നിൽ ഏത് ഓടിച്ചാലാ ദൈവനാമ മഹത്വം വരാൻ പോന്നേ? Now, I would like to ask you, which do you think should you buy so that God's name is glorified? ഇന്ന് വൈകിട്ട് പാവയ്ക്കയുടെ ഇത് എന്തെങ്കിലും വേണോ, വെണ്ടയ്ക്കയുടെ ആണോ അതോ വഴുതണങ്ങയുടെ ആണോ? ഏത് വെച്ചാലാണ് ദൈവനാമ മഹത്വം വരാൻ പോകുന്നത്? Now, should I cook lady's finger or brinjal or bitter gourd for dinner so that God's name is glorified? എനിക്ക് തോന്നുന്നു ഇതിൽ ഏതിലുണ്ടാക്കിയാലും ദൈവനാമ മഹത്വം വരാൻ സാധ്യതയുണ്ട്. I believe that whichever you make, God's name is going to be glorified. ഏത് വണ്ടി വേണേലും മേടിച്ചോ. Or you can buy any two-wheeler that you want. നല്ലതാ ഏതാ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത്, ഏതാ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മേടിക്കേ. That is, whichever one, the one which you like the most and the one which you feel is the best one. ഈ വണ്ടിയെ കുറിച്ച് അറിയാവുന്ന രണ്ടുമൂന്ന് പേരോട് ചോദിക്കേ, ബ്രദറെ അല്ല സിസ്റ്ററെ ഏതാണ് നല്ലത്, എന്തെങ്കിലും പറഞ്ഞങ്ങ് മേടിക്കേ. ഇത്രയും ഇനി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ട. 6 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് ബ്രദറെ, ഹോണ്ടയാണോ TVS ആണോ? അയ്യോ, ജീവിതത്തിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവഹിതം അന്വേഷിക്കാൻ. ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങ് മുന്നോട്ട് പോകാം. Oh, and if you want, you can get some expert advice on vehicles. Don't spend your time trying Hallelujah. to pray and discern God's will in this matter. Oh, I've been praying for 6 months trying to know whether I should buy a Honda Activa or a TVS or something. Brother, whichever you want, find out which would be the best option for you and then buy it. ഏഴാമത്തെ ഒരു പൊതുവായിട്ടുള്ള പോയിന്റ്, ഈ നമ്മൾ കുറച്ച് ചിലപ്പോൾ അത് ക്ലിയർ അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. And the seventh general wisdom that I would like to say is that sometimes things may not be clear and so we'll have to wait. നീതിപാതകളിൽ നടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, Are you desirous to walk in the paths of righteousness? ദൈവഹിതത്തിൽ നിങ്ങൾക്ക് നടക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, And if you are desirous to walk in the will of God, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, if you are desirous to please God, മിനിറ്റിന് നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. then you may not understand everything moment by moment. ദൈവമേ, ഞാൻ ഇത് ചെയ്യണോ ഉടനെ പറ. 10, 9, 8, Lord, 7, 6, 5, 4, 3, 2, 1 ഓക്കേ. എന്തൊരു ദൈവമാ നീ, ഉത്തരം തരാത്ത ദൈവം. Lord, should I do this or not? Tell me right now. I'm going to start the countdown. 10, 9, 8. And it continues. And then
3, 2, 1, 0. God still not speaking. What a God he is. പലപ്പോഴും എനിക്ക് തോന്നുന്നു ദൈവം ചെക്ക് ചെയ്യും നിങ്ങൾക്ക് എത്രമാത്രം ദൈവഹിതം അറിയാൻ ആഗ്രഹമുണ്ട്. I feel that sometimes God tests us to see how much desirous are we to know his will. മോശ 6 ദിവസം വെയിറ്റ് ചെയ്ത് 7ാമത്തെ ദിവസം ദൈവം പറഞ്ഞെങ്കിൽ വാ. And Moses, when he climbed up the Mount Sinai, Hallelujah. he had to wait for 6 days to hear from God. And on the 7th day, God tells him, okay, come up here. അതുകൊണ്ടാണ് ദൈവത്തോട് താല്പര്യമുള്ളവർ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹമുള്ളവരെ ദൈവത്തിൻ്റെ ഹിതം അറിയത്തുള്ളൂ. And that is why only those people who are desirous to please God and to walk in his will would really discern his will. അടുത്ത പോയിന്റ് ഇതാണ്, ഈ ലോകത്തിലുള്ളവർക്കും പല കാര്യം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. And the next general point is that the people of this world also want to know many things. അവർക്കും ആഗ്രഹമുണ്ട്, എവിടെയാണ് കിണർ കുഴിക്കേണ്ടത്, ഏത് ബിസിനസ് ചെയ്താലാണ് എനിക്ക് പ്രയോജനം വരാൻ പോകുന്നത്, ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് എനിക്ക് കൂടുതൽ പൈസ കിട്ടാൻ പോകുന്നത്, ഏത് ലോട്ടറി എടുത്താലാണ് എനിക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നത്. ഇതെല്ലാം ലോകത്തിലെ ആൾക്കാർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ ദൈവഹിതം അന്വേഷിച്ചാൽ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടും. ദൈവമേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വരാൻ പോകുന്നത്, അത് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചതാ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വേറൊരു പോക്കാണ്. ദൈവഹിതം, ദൈവ നടത്തിപ്പെന്ന് പറയുന്നത് നീതിയുടെ പാതയിൽ ദൈവം നടത്തുവാൻ ദൈവം നമ്മളെ നയിക്കാം. Now the people of this world also want to know where they should dig a well, should they put their money in the stock market, and which stock should they buy, or should they buy this lottery ticket or not. You know, knowing the will of God is not like that. Believers, they may say, oh Lord, what questions are going to come in my exam? Please tell me. No, that is, if we are in that position, in that posture, we are taking a wrong direction. The will of God is known by those who desire to walk in paths of righteousness for his name's sake. Hallelujah. Hallelujah. വേറെ ഒരു വളരെ എന്നെ സഹായിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Now I would like to share with you something which really helped me. എനിക്ക് തോന്നുന്നു 2007-08 എങ്ങാണ്ട് നമ്മുടെ ചേർച്ച് തൊടുപുഴ ചർച്ച, ഊന്നുകൽ ചർച്ച, എല്ലാവരും കൂടി ഊന്നുകലിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. I think it was in 2007 or 8 that 3 churches, Thodupuzha Church, Unnugal Church and our church, we all got together for a meeting in Unnugal. അപ്പോൾ അന്ന് പാസ്റ്റർ വിനോദ് ഒരു ക്ലാസ് എടുത്തു. And Pastor Vinod took a class for us that അപ്പോൾ time. അദ്ദേഹം അന്ന് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വളരെ പ്രയോജനം വന്നിട്ടുണ്ട്. And he had mentioned one thing which has been really useful for me. അദ്ദേഹം പറഞ്ഞത്, ലൈക്ക് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഇടുവാണെങ്കിൽ അത് ഉടനെ നിങ്ങൾ മറ്റുള്ളവരോട് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയേണ്ട അത്യാവശ്യമൊന്നും ഇല്ല. What he said that day was, if God has put something in your heart, there's no need for you to go and tell everyone else, thus says the Lord. അല്ല, അങ്ങനെ ഒരിക്കലും പറയണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ പറയണമെന്ന് നമ്മുടെ മേലൊരു വലിയ ഒരു ഭാരം വരണ്ട. Now, it's not that you should never say like that, but what he tried to say was, we should not come under the pressure of going around and saying like this, thus says the Lord. എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് തന്നെ 100% ഷുവർ അല്ല. Because a lot of times we ourselves are not sure 100% time. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബ്രദറെ, എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ ഒരു കാര്യം ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുവാണ്, നിങ്ങളൊന്ന് നോക്ക്, വേണേ അങ്ങനെ പറയാം. Now we may express it like this, brother, actually I feel God is putting this thing in my heart, so I am just letting you know. അല്ല, ഇനി അങ്ങനെയും പറയണ്ട, ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. Or maybe you need not even say like this that God is putting, just mention what is there in your heart. ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ച മുമ്പ് നടന്നൊരു കാര്യമാണ്. നമ്മുടെ ഇടയിലുള്ള ഒരു സഹോദരൻ്റെ ആദ്യമേ എനിക്കൊന്ന് അമ്മയാണ് മരിച്ചതെന്ന്
പിന്നെ അച്ഛൻ മരിച്ചു, ഒരാഴ്ചയ്ക്കകം. അപ്പോൾ അവർ വളരെ വിഷമത്തിലായിരുന്നു. Now, one particular incident took place recently. One brother of our church, Nelson, his mother, I think, died first, and then within a gap of few days, his dad too passed away. അപ്പം ഞാൻ പാസ്റ്റർ വിനോദിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫോൺ ചെയ്തു, വീഡിയോ കോൾ ചെയ്തു. And when we were in Pastor Vinod's house, we and called him, made a video call to Nelson. അപ്പം കുറച്ച് സംസാരിച്ചു, പിന്നെ പാസ്റ്റർ വിനോദ് പ്രാർത്ഥിച്ചു. We talked a little with him, and then Pastor Vinod prayed. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പ്രേരണ വരിക, പുള്ളിയോടൊരു കാര്യം പറയാനായിട്ട്. And while Pastor Vinod was praying, I got an urge in my heart to tell something to Nelson. പക്ഷെ അത് ദൈവത്തിൽ നിന്നാണോ? Now, was that from the Lord? ഞാൻ ദൈവം ഇത് അങ്ങനെ നിന്നു, എനിക്കൊരു ഉത്തരം കിട്ടില്ല. And I asked, Lord, is this from you? But I didn't get any പിന്നെ ഞാൻ answer. ചെക്ക് ചെയ്ത് നോക്കി, ആ പറയേണ്ട കാര്യം വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. And then I checked myself. What is it that I'm going to say? Okay, that's nothing wrong with what I'm going to say. അപ്പോൾ പാസ്റ്റർ വിനോദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണം. ഞാൻ യഹോവയിൽ ചെയ്യുന്നതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. So after Pastor Vinod prayed, I said to Nelson that I want to tell you something. I never said, thus says the Lord to Nelson. ഞാൻ പറഞ്ഞു, അതെ, ആദ്യമേ ഒരാൾ മരിച്ചു, പിന്നെ രണ്ട് മാതാപിതാക്കൾ രണ്ടും ഇങ്ങനെ മരിച്ചു, എന്നിട്ടും പെട്ടെന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കുറ്റബോധം വരേണ്ട ഒരു ആവശ്യവുമില്ല, ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നുണ്ട്. So what I said is, Nelson, now you are in Gulf, your mother died first, and within the gap of few days your dad too passed away, and you are not able to come from the Gulf here. You may be feeling very guilty, but no need to feel guilty. God sees your heart. ഇത് പറഞ്ഞ ഉടനെ പുള്ളിയുടെ ഭാര്യയും കൂടെ പറയാ, അയ്യോ സുനിൽ ചായ, ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു. ചില നല്ല വിശ്വാസികളും ഞങ്ങളെ കുറേ കുറ്റപ്പെടുത്തി, നിങ്ങൾ എന്തൊരു പാർട്ടികളാടെ, നിങ്ങളെന്താ ഓടി അങ്ങോട്ട് പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് വളരെ കുറ്റപ്പെടുത്തി. അവർ വളരെ വിഷമത്തിലിരിക്കുമായിരുന്നു. ഹല്ലേലൂയ, ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ദൈവം അറിഞ്ഞു, ദൈവം അവരെ ആശ്വസിപ്പിച്ചു. So the moment I shared this to them, immediately Nelson and his wife said, Ayo Sunil Chaya, actually speaking, a few good believers have been telling us, what sort of people are you? Why aren't you going to Kerala for the funeral of your parents? And we were under a lot of guilt and condemnation. So, God led him to speak thus. ദൈവം പറഞ്ഞു എന്ന് പറയേണ്ട അത്യാവശ്യമില്ല, പക്ഷെ പുള്ളിക്ക് മനസ്സിലായി അത് ദൈവം തന്നെ പറഞ്ഞതാണെന്ന്. Now, there was no necessity for me to say, God is telling to you like this. But Nelson immediately understood that God was speaking. പലർക്കും ഒരു കൺഫ്യൂഷൻ എന്തുവാണെന്നറിയാമോ? അവർ വിചാരിക്കുന്നത് ദൈവം നയിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും വരത്തില്ല. Now, there's a confusion among lot of believers. What they think is, if God is leading us, then there's no problem, no confusion at all. അതുകൊണ്ട് ദൈവം നയിച്ചാന്നും പറഞ്ഞ് അവരൊരു കാര്യം ചെയ്യും, പിന്നെ ഒരു കൊടുങ്കാറ്റ് വരുവാണെങ്കിൽ ഉടനെ അവർ പറയും, ഞാൻ യോനായാണോ? So, they may end up doing something which they felt God had spoken to them. And when the storm comes, they think, oh my goodness, did I disobey God like Jonah? പ്രിയമുള്ളവരെ, ദൈവം തന്നെ ഇസ്രായേലിനെ ചെങ്കടൽ കൂടി നടത്തി കൊണ്ടുപോകുമ്പം ചിലപ്പോൾ അവർക്ക് വെള്ളമില്ല, ചിലപ്പോൾ അവർക്ക് ഭക്ഷണമില്ല. Now, my dear beloved brethren, when God was leading the Israelites through the Red Sea and through the wilderness, there were times when they didn't get water, there were times where they didn't get food. ഇപ്പൊ വേദഭാഗം എടുക്കണ്ട, മർക്കോസ് 4 മർക്കോസ് 6 അധ്യായത്തിൽ 2 വട്ടം യേശുക്രിസ്തു പറഞ്ഞിട്ട് ശിഷ്യന്മാര് പടകിൽ കയറി, യേശുക്രിസ്തു പറഞ്ഞിട്ട് കയറിയിട്ടും ആണ്ട്രാവ് ഭയങ്കര കൊടുങ്കാറ്റ്. Now don't take those portions, but in Mark chapter 4 and Mark chapter 6, it says very clearly that Jesus Christ told his disciples to get into the boat and go to the other side. And when they obeyed, they faced storms. അതുകൊണ്ട് കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ
ദൈവഹിതത്തിലല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. And so, when storms come in your life, never think that you are out of the will of God. പിന്നെ ദൈവം വ്യക്തമായിട്ട് നിനവേ പോവാൻ പറഞ്ഞിട്ടും വ്യക്തമായിട്ട് തീരുമാനമെടുത്ത് അതിൻ്റെ വേറെ ഒരു ദിശയിലോട്ട് പോയ ആൾക്കാർക്കറിയാം അവർ ഓൾറെഡി തെറ്റായിരിക്കുവാണെന്ന്. Now, ഓക്കെ, അങ്ങനെയുള്ളവർക്ക് കൊടുങ്കാറ്റ് വരുമ്പം വേറെ ആരും പറയണ്ട, അവർക്ക് ഓൾറെഡി അറിയാം. ഞാൻ കൊടുങ്കാറ്റ് കാണുമ്പോഴല്ല, അതിനു മുമ്പേ അവർക്കറിയാം അവർ കുഴപ്പം കാണിക്കുകയാണ്. now, to some people who like Jonah, to whom God spoke very clearly, and then deliberately they chose to disobey, and then if they are facing storms, nobody needs to tell them that Hallelujah. they are out of the will of God. They very clearly know in their heart, even at the beginning itself, that they are out of the will of God. അവർക്ക് യോന തന്നെയാ മറ്റുള്ളവരോട് പറഞ്ഞു, വൈദ്യുതി ഞാനാ, എന്നെ ഇട്ടാൽ നിങ്ങളെല്ലാം ശരിയാവും എന്ന് യോനയ്ക്കറിയാം. അതുകൊണ്ട് ഇവിടെ എല്ലാവരും കൊടുങ്കാറ്റ് വരുന്നുണ്ട്, ഞാൻ യോനയാണോ ഞാൻ യോനയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ യോനയാണേ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അറിയാം നിങ്ങൾ യോനയാണെന്ന്. Now, Jonah himself was very much aware of the fact that he had disobeyed, and that's exactly why he told the other fellow Hallelujah. crew that please throw me out of this boat. You know, so no need to, suppose if you are facing storms, no need to question yourself, am I Jonah? Am I Jonah? Am I Jonah? No, if you are a Jonah, you would know very clearly that you have disobeyed. ഇന്ന് നമ്മളുടെ മുമ്പിൽ കർത്തൃമേശയുണ്ട്, അതിലും പങ്കെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇനിയും എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് 15 മിനിറ്റ് കൂടെ എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇതുവരെ ഞാൻ ജനറൽ പോയിന്റ് ആയിരുന്നു പറഞ്ഞത്, ഇനിയും സ്പെസിഫിക് പോയിന്റ്സ്. ഇത് ഞാൻ ചിന്തിക്കുന്നതല്ലേ, എൻ്റെ ഇത് കാര്യങ്ങൾ ഇത് ദൈവത്തിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ എൻ്റെ സ്വന്തം ചിന്തയാണോ, അത് ഇതിൽ സഹായകരമാവുന്ന ചില വ്യക്തമായിട്ടുള്ള പോയിന്റുകൾ ഞാൻ ഇനിയും പറയട്ടെ. Now, till now, I was talking about the general wisdom points, and in the next 15 minutes, I will be talking to you about the specific points, how to discern whether it's really God speaking or my own voice speaking or the devil speaking. അതിൻ്റെ ആദ്യത്തെ പോയിന്റ്, Now, the first point for that specific wisdom. അതെല്ലാവർക്കും അറിയാം, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇത് ദൈവവചന പ്രകാരമാണോ അല്ലോ അല്ലയോ. Now, we may all be knowing this. The first point is the voice that I'm hearing, is it according to the written word of God or not? അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ഒരു പോയിന്റ്, So, I'm not going into detail of the first point. Let's come to the second point. ഈ കേൾക്കുന്ന ശബ്ദം അതൊരു ദൈവത്തിൻ്റെ രീതിയിലുള്ള ശബ്ദമാണോ? Now, the voice that I am hearing, is it like the voice of God, the leading of the Lord? അതായത് അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ടോൺ ഉണ്ടോ? ടോൺ, That is, does it contain the tone of God's voice? അതായത് ദൈവം സാധാരണ സംസാരിക്കുന്നത് ലൗഡ് സ്പീക്കർ വെച്ചല്ല. ഹലോ, Now, when God speaks, God doesn't blare a loudspeaker into our ears and say, hello! പിന്നെ അത് മാത്രമല്ല, അത് നിങ്ങൾക്കറിയാം, ഇപ്പം ദൈവത്തിൻ്റെ മൃദുസ്വരമാണ്. ഞാനത് ചിന്തിച്ചു, അയ്യോ ദൈവമാണേ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ജീവിതത്തിൽ. See, even I have faced such condemnation. I thought maybe it's the Lord speaking, and I have committed a lot of blunders in my life. അത് മാത്രമല്ല, ഇനി നമ്മളൊരു കുഴപ്പമല്ലോ കാണിച്ചെങ്കിൽ, ശാന്തിക്ക് കോളറല്ലേ, ഈ കോളറിനെ പിടിച്ച് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്, നീ എന്തൊരു പാർട്ടിയാ, നിനക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്തായിരുന്നു, നീ ഇത്രയും നാൾ വിശ്വാസിയായിട്ടുണ്ട്, നീ എന്തൊരു ഒരു മൊണ്ണയാണ്. Now, suppose we disobeyed God, then God's voice won't come to us and say, hey, come on, why did you do it? Aren't you a believer? How long have you been a believer? What a moron you are. ഇങ്ങനെ ദൈവം ചെയ്യത്തില്ല പ്രിയമുള്ളവരെ. My beloved brethren, God never does like that. ഇങ്ങനെ നിങ്ങളെ കുത്തുന്ന വാക്കുണ്ടെങ്കിൽ അത് ആരുടെയാ? നിങ്ങൾ പറ. Now, if there is such a condemning voice, whose voice is that? പറ. സാത്താൻ. എൻ്റെ അയ്യോ, ഈ മോനെ അറിയാൻ കാര്യങ്ങൾ. സാത്താനാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്. Satan is the one who speaks like this. അവൻ കുറ്റപ്പെടുത്തുന്നവനാണ്. He is the one who accuses. നിങ്ങൾക്കറിയാമോ, 3.5 വർഷം കൂടെ കൊണ്ട് നടന്നിട്ട്
And do you know that after carrying the disciples for 3.5 years, 3.5 വർഷം ട്രെയിനിങ് കൊടുത്തിട്ട് after training the disciples for 3.5 years, പഠിപ്പിച്ചു, he taught them, പ്രോത്സാഹിപ്പിച്ചു, he encouraged them, പരിശീലിപ്പിച്ചു. he trained them. അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയാ, ഈ യേശു ആരാ എനിക്കറിയത്ത് പോലുമില്ല. And after all that, Peter is saying, who's Jesus? I don't know him. പക്ഷെ യേശു തിരിച്ചു വന്ന് പുള്ളിയുടെ കോളർ പിടിച്ചില്ല. യേശു എൻ്റെ നോക്കി, ജസ്റ്റ് ഇങ്ങനെ നോക്കിയില്ല. പക്ഷേ യേശു ജസ്റ്റ്, ഞാൻ വിചാരിക്കുന്നത് അവിടെ എങ്ങനെ നോക്കിയെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ എനിക്കറിയാം യേശുവിൻ്റെ ആ നോട്ടം. പുള്ളി കരഞ്ഞു, വിലുവായിലെ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തപ്പോഴും, എന്നാലും നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ, നീ എന്തൊരു ചതിയനാടെ, അതാടെ ഇതാടെ ഒന്നുമില്ല, എന്നാ കഴിക്കേ, ഇവയൊക്കെക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ നീ എൻ്റെ ആടുകളെ നോക്കുവിൻ. ഇതാണ് ദൈവത്തിൻ്റെ സ്വരം. And after Peter denied Jesus 3 times, Jesus didn't go and catch hold of his collar and demand an explanation from Peter. Instead, he just looked. And with that one look, Peter was broken in his heart and he just cried, wept bitterly. And even after Jesus rose from the dead, Jesus never asked Peter, Hallelujah. Peter, what a rogue you are. He never mentioned it. And instead, he fed fish to them. Here, are you hungry? Have this. നമ്മൾ കുഴപ്പം കാണിക്കുമ്പോൾ ദൈവം വെരി ഗുഡ് എന്ന് പറയത്തില്ല. And when we are committing sin, God never says very good, very good. ഒരു കുഴപ്പമില്ലെന്നും പറയത്തില്ല. And he never says, okay, nothing wrong, no problem. പക്ഷെ പിടിച്ചിട്ട് ഒലയ്ക്കത്തില്ല. But he never catches hold of us and shakes us and, condemns us. മഹാദൈവം മഹാകരുണയുള്ളവനാണ്. He's full of mercy, abounding in loving kindness. മൂന്നാമത്തെ സ്പെസിഫിക് പോയിന്റ്, And the third specific point is, ഈ ദൈവം നമ്മളോട് ദൈവമാണോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബ് നമ്മളെ കുറച്ച് സഹായിക്കും. യാക്കോബ്. and if we have to understand whether God is really speaking, the book of James helps us in this matter. പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ In the New Testament book of James, chapter 3 verses 13 to 17. James chapter 3 verses 13 to 17. അപ്പൊ ഇത് ദൈവിക ജ്ഞാനമാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? How do we understand? How do we discern whether this is godly wisdom or not? വായിച്ചാട്ടെ പെട്ടെന്ന്. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? ആ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ ആ. നല്ല നടപ്പിൽ ആ. തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പം അതിനകത്ത് സൗമ്യത കാണും. So there's a humility of heart in verse 13. പിന്നെ 14-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. അയ്യോ, അപ്പം കയ്പുള്ള ഈർഷ്യയോ ഷാഠ്യമോ ഉണ്ടെങ്കിൽ പിന്നെ ഇനി ഇത് ദൈവം പറഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. So അത് ദൈവിക ജ്ഞാനമല്ല. if you have bitter jealousy and selfish ambition in your heart, then there's no use saying, oh, this wisdom is from God, because that wisdom is not from God. പല ആൾക്കാരും ആ ദൈവം ഞങ്ങളെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ വളരെ വിമർശിക്കാറുണ്ട്. പലരെയും അവർ സത്യം പറഞ്ഞാൽ വിമർശിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണ്ട, ആർക്ക് വേണേലും വിമർശിക്കാം. Now, there are many believers who would say, God is showing me this and this about this believer, that believer, and they just start criticizing. Let me tell you, my brethren, in order to criticize somebody else, we don't need the wisdom of God. അവിടെ ഷാഠ്യം ഉള്ള ഒരു വ്യക്തി, അവരുടെ ഷാഠ്യം കൊണ്ട് അവർക്ക് പലതും കുഴപ്പങ്ങളായിട്ടെല്ലാം കാണുന്നു. ഇനിയിപ്പോൾ അവർ പറയുന്നത് കുറച്ച് സത്യം ഉണ്ടെങ്കിൽ, സാത്താൻ പറയുന്നതിലും കുറച്ചൊക്കെ സത്യമുണ്ട്.
Now, if there's a person who has selfish ambition in his heart, then he may criticize and he may say, oh, there's truth in it. But Satan also sometimes tells truth, which is partially correct. ഇപ്പൊ എനിക്കങ്ങ് ഭയങ്കര ഒരു വലിയ വലിയ ആളാണോ എന്ന് എൻ്റെ മനസ്സിലുണ്ടെന്നിരിക്കട്ടെ. For example, if I have this ambition of becoming a really great man, എല്ലാവരും ലോകത്തിലെ സുനിൽ അബ്രഹാമിനെ അറിയണം, oh, I should become so famous, everybody should know this Sunil Abraham. യൂട്യൂബിലൊരു പ്രസംഗം ഇറക്കിയാൽ ഉടനെ 10 ലക്ഷം വ്യൂസ് ഉണ്ട്. And if I bring out a video in the YouTube, I have 10 lakh views. അങ്ങനെ ആഗ്രഹത്തിലിരിക്കുമ്പോൾ, And when I am dreaming with this desire in my heart, അങ്ങനെ ഇരിക്കുമ്പം പല പല കാര്യങ്ങൾ ദൈവമാ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് തോന്നാനും സാധ്യതയുണ്ട്. and so when I am sitting like that, I may feel like doing lot of things and which I claim to be from God. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ, കൊല്ലത്തൊരു ചെറിയ സ്ഥലമാണ്, ഞാൻ എൻ്റെ ആസ്ഥാനം മാറ്റണം. And so I may say, oh, this Kollam, this is such a tiny place, I need to change my place. ഞാനിപ്പോൾ ന്യൂയോർക്കിലോട്ട് പോവുകയാണ്, And I am going to New York. രാഷ്ട്രങ്ങളിൽ ഞാൻ പോവുകയാണ്. I am going to minister over nations. ഇനി എൻ്റെ ഉള്ളിലിരിക്കുന്നത് എനിക്ക് ഷൈൻ ചെയ്യണമെന്നാണെങ്കിൽ ഇനി ഇത് ദൈവം പറഞ്ഞതല്ലേ? Now, if the ambition of my heart, in the deep depths of my heart, is that I should become famous, then all these plans are not from God. നാലാമത്തെ ഒരു പോയിന്റ്, The fourth point, നാലാമത്തെ ഒരു പോയിന്റ് അത് ഇതാണ്: ദൈവമാണോ നയിക്കുന്നേ ഇല്ലയോ എന്ന് പലപ്പോഴും നമുക്ക് തന്നെ അങ്ങ് മനസ്സിലാകത്തില്ല. many times we can't really discern by ourselves whether God is leading us or not. ഇപ്പം നമ്മളൊരു സ്വപ്നം കാണുന്നു. For example, we see a dream. നമ്മളെക്കുറിച്ചോ സഭയെക്കുറിച്ചോ വേറെ We may see some dream about ourselves or the church or somebody else. നമ്മൾ ഈ പക്വതയുള്ള ഇച്ചിരി ആൾക്കാർ, അതായത് സാധാരണ പക്വതയുള്ളതെന്ന് വെച്ചാൽ ലീഡർഷിപ്പിലുള്ളവരോ വേറെ ആൾക്കാർ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. We need to discuss our dream with some spiritually mature people, like, for example, the leaders of the church. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് നയിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇച്ചിരി പക്വതയുള്ള ആൾക്കാരോടും കൂടെ ഒന്ന് പറ, ദൈവം ഈ നാളുകളിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Or you can go to the spiritually mature people and ask, see, this is what I am seeing, this is I feel what God is leading, what do you think? സദൃശവാക്യം 11:14 എഴുതിയിട്ടുണ്ട്. Proverbs chapter 11 verse 14 says, സദൃശവാക്യം 11:14, Proverbs 11:14, അവിടെ മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. മന്ത്രിമാരെന്ന് വെച്ചാൽ ഈ പ്രധാനമന്ത്രി അങ്ങനത്തെ മന്ത്രിയല്ല, നമ്മളെ കൗൺസിലേഴ്സ്, നമ്മളെ പല ആൾക്കാരുടെ അഡ്വൈസ് നമ്മൾ എടുത്താൽ അതിനകത്ത് എന്തുകൊണ്ട് സുരക്ഷയുണ്ട്. so it says, in the multitude of counselors there is safety. സദൃശവാക്യം 12:15 എഴുതിയിട്ടുണ്ട്. Proverbs 12:15 says, 12:15, ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ഓ, ഈ ഭോഷൻ എന്തുവാ തോന്നുന്നത്, എൻ്റെ വഴി എല്ലാം ഓക്കെയാണ്, പക്ഷെ ജ്ഞാനിയാണ് എന്തു ചെയ്യും, മറ്റുള്ളവർ പറയുന്നതിനോടൊന്ന് കേൾക്കും. now a fool keeps thinking that he is always right in his own eyes, but a wise man, what does he do? He listens to instruction, he listens to counsel. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ ദൈവമാണോ പറഞ്ഞ അതിനകത്ത് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? My beloved brethren, when I look back into my own life, have I ever committed blunders regarding discerning God's will? ഞാൻ ചില കേസ് കുളമാക്കിയിട്ടുണ്ട്. Now I have committed big blunders in certain occasions. ഇന്നേക്കൊരു 20 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവം എന്നെ നയിക്കുവാണെന്ന്, പക്ഷേ ഞാൻ ആ കാര്യം സഭയിൽ പറഞ്ഞ് അതൊരു തെറ്റായിരുന്നു ആക്ച്വലി. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത ദിവസം പാസ്റ്റർ സാമല്ല, വേറൊരു പാസ്റ്റർ അടുത്ത ദിവസത്തെ പ്രസംഗം ഫുൾ എന്നെക്കുറിച്ചായിരുന്നു. അതായത് ഞാൻ അത്രയ്ക്കും, ഞാൻ സിമ്പിൾ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നാറി.
Uh, my beloved brethren, around 20 years back when we were in Delhi, I spoke something thinking that this was the voice of the Lord speaking, and I committed something which was really a big blunder. And the next day, the assistant pastor there, when he preached the message, it was all about me and what I did. And to, put it precisely, the shit hit the fan. That's what, happened. അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഈ സംഭവം നടന്ന ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. അടുത്ത ദിവസം ഞായറാഴ്ച എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ ചർച്ചിൽ പോലും വന്നില്ല. എനിക്ക് അത്രയ്ക്ക് നാണക്കേടായിപ്പോയി. Now, this happened during a fasting prayer, and the next day was a Sunday. And I was feeling so ashamed that I didn't even attend the church on Sunday. അത് മാത്രമല്ല വേറെ ചില സാഹചര്യങ്ങളിലും ഒക്കെ ഞാൻ വീണിട്ടുണ്ട്. And not only that, there have been other occasions when I have fallen. എൻ്റെ മോൾക്ക് 1.25 വയസ്സായിരുന്നപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ജസ്റ്റ് 2 മാസത്തേക്ക് വേണ്ടി UK പോയായിരുന്നു. When my daughter was 1.5 years old, we had gone to UK for around 1.25 വയസ്സ്. Yeah. അപ്പം ആ സമയത്ത് എൻ്റെ മോൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നടന്നു ഡുടും പറഞ്ഞ് വീടും എനിക്കങ്ങ് ദൈവമേ ഈ തലയൊക്കെ പൊട്ടിപ്പോകുമല്ലോ എന്നോ എനിക്കങ്ങ് പേടിയായിരുന്നു. And at that time, our daughter was just beginning to walk, and she would make some wobbly steps, and she may suddenly fall down and hit her head on the floor. And I would feel so sad and scared that she may break her head. ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നു ഇവളിപ്പം നടക്കണ്ട. And sometimes I also felt, why is she walking now? She shouldn't be walking now. പക്ഷെ പിന്നെ എൻ്റെ മനസ്സിൽ വന്നു ഇവള് നടക്കാതിരുന്ന എങ്ങനെ, ഇവള് നടക്കേണ്ടിയോളാണല്ലോ. And I also thought the other side, hey, she should be walking because she is created to walk. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ കേട്ട് നടക്കുന്നത് ഒരു ഇച്ചിരി കുഴപ്പം കാര്യങ്ങളാണ്. പലരും അതിനകത്ത് വീഴാറുണ്ട്. My beloved brethren, to walk according to the leading of the Lord, hearing His voice, it's actually a tricky business, and there are many people who have fallen. അതുകൊണ്ട് തന്നെ പല ലീഡർഷിപ്പിലെ ആൾക്കാരും എന്നാൽ ഈ വഴി ആൾക്കാർ പറയുകയോ വേണ്ട, എന്നാന്ന് വെച്ചാൽ ഇത് വലിയ ഒരു കുഴി ടൈപ്പ് സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ചില തത്വങ്ങൾ അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട് ലോകത്തിൽ. And because this is such a tricky and even sometimes dangerous business, many leaders may hesitate to talk about these things, and they may say, just live by the principles which is given in the word of God. കുറഞ്ഞ പക്ഷേ ആൾക്കാർ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് എക്സ്ട്രാ ചുമ്മാതെ കുഴപ്പം ഉണ്ടാക്കത്തില്ലല്ലോ. At least people won't create problems just by saying, God spoke this, God said this. പല സഭകളും പൊട്ടിപ്പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങളൊക്കെ വരാൻ കാര്യം ഇതാ, ദൈവം പറഞ്ഞു എന്നും പറഞ്ഞ ആകെ ഒരുമാതിരി. And there have been splits and breakups in many churches just because of the problems which were created by people saying God spoke this. പക്ഷേ പ്രിയമുള്ളവരെ, ഇങ്ങനെ വീഴാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ നടക്കണ്ടെന്ന് പറയുന്നത് ശരിയാണോ? But my dear beloved brethren, just because there are chances of falling, does it mean that we should never try to walk like this? അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കും. His sheep will hear his voice. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. Let's all stand up. ഹല്ലേലൂയ, Hallelujah. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇതെന്തുവാ ഈ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്നത്, ഇത് എങ്ങനെ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾ കേൾക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ ദൈവത്തെ അറിയത്ത് പോലും ഇല്ലായിരിക്കും. അവൻ്റെ ആടാകെ അവൻ നല്ല ഇടയനാണ്. My beloved brethren, now you may be thinking, what is this God speaks, hear God's voice and all? I have never heard God's voice. But I would like to tell you, if you have never heard the voice of God at all, there could be a possibility that you are not His sheep at all. And in that case, you please become His sheep. He is the good shepherd. യേശു നല്ല ഇടയനാണ്. Jesus, He is the good shepherd. യേശു നല്ല യജമാനനാണ്. Jesus, He is the good master. യേശു വണ്ടർഫുൾ രക്ഷിതാവാണ്. Jesus is the good and wonderful Savior. ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്,
And to the rest of the brethren here, I would like to say, നമുക്ക് എഴുതപ്പെട്ട വചനപ്രകാരം ജീവിക്കാം. let's all live by the written word of God. നമുക്ക് അവനെ അന്വേഷിക്കാം. Let's seek God. അങ്ങനെ നടക്കുമ്പോൾ And when we are walking like this, അവൻ അവന്റെ ആത്മാവിനാൽ നമ്മളെ നയിക്കും. God by His Spirit would lead us. അവന്റെ നാമം നിമിത്തം അവൻ നമ്മളെ നീതിപാതകളിൽ നടത്തും. പ്രിയമുള്ളവരെ, My beloved brethren, He will certainly lead us in paths of righteousness for His name's sake. തീർച്ചയായിട്ടും അവൻ നിങ്ങളെ നടത്തും. And surely, certainly, definitely He will lead us. നിങ്ങളെ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And He is surely leading us, that's true. ഇനിയും നടത്തും. And He will lead you more. പിന്നെ തന്നെത്താൻ മാത്രമല്ല, നമ്മളെ കൂട്ടമായിട്ട് നടത്തും. And not just individually, but He will lead us as a group. പലരെയും ദൈവത്തിന് നയിക്കാൻ പറ്റാത്തെന്ന് വെച്ചാൽ അവര് മാത്രമേ ഉള്ളൂ. അയ്യോ, നമ്മളെ ഒന്നിച്ചെന്ന് നടക്കാമേ. And many times God is not able to lead a person because that person is so individualistic, me and the Lord. No. We have to be part of the group. നമുക്ക് Church പ്രാർത്ഥിക്കാം. family. Let's pray. സ്വർഗ്ഗീയ പിതാവേ, Heavenly Father, അങ്ങയുടെ കൂടെ നടക്കുവാൻ ഉള്ള വലിയ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. thank you for giving us this great privilege to walk with you. അങ്ങയുടെ ജീവനുള്ള വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for giving us your living word, which is a lamp unto our feet and a light unto our path. അങ്ങയുടെ വണ്ടർഫുൾ ആയിട്ടുള്ള ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. Thank you for giving us your wonderful Holy Spirit. ഞങ്ങളെ വ്യക്തിപരമായിട്ടും ഒരു കൂട്ടമായിട്ടും മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And we pray, Lord, that you will lead us individually and also as a group. ഇതെല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായിട്ടായി തീരട്ടെ. And may everything be worked out for your glory. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ In Jesus' name we pray. ആമേൻ. Amen.